ഓക്കെ, ഇനി ടേബിൾ ക്രിയേഷൻ എങ്ങനെ നോക്കുന്നു. ആ ടേബിളിനകത്ത് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നു. പിന്നെ അതിലെ കുറച്ച് ORM, ഒബ്ജക്ട് റിലേഷൻ മോഡലിംഗ്, ഒബ്ജക്ട് റിലേഷൻ മാപ്പിംഗ്, കുറച്ച് സംഭവം നോക്കാം. ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു, അതിനകത്ത് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നു, ഓരോ വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു, സെലക്ട് ചെയ്യാൻ പോകുന്നു, ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അത് അബ്സ്ട്രാക്ട് ക്ലാസ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അബ്സ്ട്രാക്ട് ക്ലാസ് എന്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്റെ രണ്ടു മൂന്ന് ടേബിൾ ഉണ്ട്. ആ രണ്ടു മൂന്ന് ടേബിളിനകത്ത് കോമൺ ആയിട്ടുള്ള കോളൻ നെയിം വരുന്നെങ്കിൽ അല്ലെങ്കിൽ ഫീൽഡ് നെയിം വരുന്നെങ്കിൽ അതിനെല്ലാം കൂടി ഒരു ക്ലാസിന്റെ അകത്ത് എഴുതി വെക്കും. എന്നിട്ട് കോമൺ മീൻസ് ആ ഫീൽഡ് നെയിം എവിടെയെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അതിനെ ഞാൻ ഇൻഹെറിറ്റൻസ് ചെയ്യും. അത്രേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ഞാൻ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് നെയിം കൊടുക്കുകയാണ് കോമൺ, ബ്രാക്കറ്റിനകത്ത് മോഡൽസ് ഡോട്ട് മോഡൽ വെച്ചു. ഇപ്പൊ ഞാൻ രണ്ട് ടേബിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് സ്റ്റുഡന്റും ടീച്ചറും അല്ലെങ്കിൽ സ്റ്റുഡന്റും സ്റ്റാഫും. അപ്പൊ സ്റ്റുഡന്റ് ടേബിളിനകത്ത് സ്റ്റാഫിന്റെ ടേബിളിനകത്തും കോമൺ ആയിട്ട് കുറച്ച് കോളൻ നെയിം വരാം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിൽ ഏജ് എന്ന് പറഞ്ഞ ഫീൽഡ് കോമൺ ആയിട്ട് വരാം, നൈം എന്ന് പറഞ്ഞ ഫീൽഡ് കോമൺ ആയിട്ട് വരാം, ഫോൺ നമ്പർ എന്ന് പറഞ്ഞ ഫീൽഡ് കോമൺ ആയിട്ട് വരാം, ജെൻഡർ എന്ന് പറഞ്ഞ ഫീൽഡ് കോമൺ ആയിട്ട് വരാം. അപ്പൊ നമ്മുടെ പ്രോജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ടാസ്കിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏതൊക്കെ ഫീൽഡ് കോമൺ ആവുള്ളതെന്ന്. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന ഫീൽഡ്സിനെ എല്ലാം നമുക്കൊരു ക്ലാസിന്റെ അകത്ത് എഴുതി വയ്ക്കാം. ഇപ്പൊ തൽക്കാലം ഞാൻ അസ്യൂം ചെയ്യണം എന്റെ രണ്ട് ടേബിളിനകത്ത് നൈമും ജെൻഡറും ഏജ് എന്ന് പറഞ്ഞ ഫീൽഡ് കോമൺ ആയിട്ട് വരുമോ. ഓക്കെ, നൈം അത് ഞാൻ ഫീൽഡ് തുടങ്ങിയ ക്യാർ ഫീൽഡ് ഓക്കെ കൊടുത്തു. ഇനി അടുത്ത ഫീൽഡ് കൊടുക്കുകയാണ് ഏജ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡും രണ്ടിലും കോമൺ ആയിട്ട് വരാമെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അതിന് ഞാൻ ഇൻറ്റീജർ ഫീൽഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ജെൻഡർ അതും കോമൺ ആയിട്ട് വരാം. ജെൻഡർ ഫീൽഡ് അതിനെ ക്യാർ ഫീൽഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മാക്സ് വാല്യൂ 1 കൊടുക്കുകയാണ്. ജസ്റ്റ് അതിൽ കൊടുക്കുന്ന വാല്യൂസ് F അല്ലെങ്കിൽ M അത്ര കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ എനേബിൾ ചെയ്യാൻ വേണ്ടി ഒരു മെറ്റാ ക്ലാസ് എഴുതും. ക്ലാസ് മെറ്റ കോളൻ അതിനകത്ത് അബ്സ്ട്രാക്ട് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുക്കുമ്പോൾ ഇത് എനേബിൾ ആവും. ഇനി നമുക്ക് അടുത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റുഡന്റ് ടേബിൾ ക്യാമൽ കേസിൽ വേണം നമ്മൾ ക്ലാസ് നെയിം എപ്പോഴും എഴുതാനുള്ള. ഏതിൽ വേണമെങ്കിലും ഫോളോ ചെയ്യാം. പിന്നെ ക്യാമൽ കേസിൽ തുടങ്ങും. പിന്നെ ഓരോ കമ്പനി കയറുമ്പോൾ അവർ പറയും എങ്ങനെ കൊടുക്കണമെന്ന്. പിന്നെ ഏത് ക്ലാസ് നെയിം കൊടുത്താൽ പോലും ആ ക്ലാസ് നെയിം വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടണം. ഇത് ആ ടേബിളിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഇന്ന സാധനത്തിനെ സൂചിപ്പിക്കണം ഒരു ഐഡിയ കിട്ടണം. അത്രേ ഉള്ളൂ ഏത് നെയിം കൊടുത്താലും. പിന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കിപ്പോ കോഡ് എഴുതുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് ഈ ടേബിളിനുള്ളത്. വേറൊരാളൊന്നും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല ആ ക്ലാസ് ഏതിനുള്ളത്. അപ്പൊ എപ്പോഴും നൈൻ കൊടുക്കാൻ നേരത്ത് ബാക്കിയുള്ളവരും വായിക്കുമ്പോഴും ഒരു ഐഡിയ കിട്ടണം. ഓക്കെ, സ്റ്റുഡന്റ് ടേബിൾ ഒരു സ്റ്റുഡന്റ് ടേബിൾ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് എന്തൊക്കെ വേണം, കോമൺ ആയിട്ട് ഇത്രയും ഫീൽഡ് വേണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ക്ലാസ് നെയിം ഇവിടെ പാസ് ചെയ്യുന്നു, ഇൻഹെറിറ്റൻസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് അബ്സ്ട്രാക്ട് ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റുഡന്റ് അകത്ത് വരാൻ നേരത്ത് നൈം ഏജ് ജെൻഡർ വരുമ്പോൾ പിന്നെ വരുന്നത് റോൾ നമ്പർ അത് ഇൻറ്റീജർ ഫീൽഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ വരുന്നത് അഡ്രസ് അത് ടെക്സ്റ്റ് ഫീൽഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ടേബിളിന് ഒരു നൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡേറ്റാബേസിൽ ഇപ്പൊ ഞാൻ അല്ലാതെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റാബേസിൽ ഇതിന്റെ പേര് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആപ്പ് അണ്ടർസ്കോർ ഈ ടേബിൾ നെയിമായിട്ട് അങ്ങനെ എനിക്ക് വരണം. അപ്പൊ എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് അല്ലാതെ അതിനൊരു പേര് സെറ്റ് ചെയ്തു. അപ്പൊ അതിനുവേണ്ടി മെറ്റാ ക്ലാസ് യൂസ് ചെയ്യാം. മെറ്റാ ക്ലാസ് യൂസ് ചെയ്യുമ്പോഴും എപ്പോഴും മെറ്റ എന്ന് എഴുതണം. അവിടെ വേറെ പേരൊന്നും എഴുതി വെക്കില്ല. മെറ്റ ടേബിളിന്റെ പേര് മാറ്റാൻ വേണ്ടി DB അണ്ടർസ്കോർ ടേബിൾ ഈക്വൽ ടു ടേബിൾ നെയിം. എനിക്ക് ഈ ക്ലാസ് നെയിം തന്നെയാണ് ഞാൻ ടേബിൾ ടൈമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ക്ലാസ് സ്റ്റാഫ് ടേബിൾ എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് അതൊന്ന് ഇൻഹെറിറ്റൻസ് വേണം. മീൻസ് ഈ ഫീൽഡും എനിക്ക് ഇവിടെ തന്നെ ആക്സസ് ചെയ്യണം. മീൻസ് ഈ മൂന്ന് ഫീൽഡും എനിക്ക് ഏത് ടേബിൾ വേണം, ഈ സ്റ്റാഫ് എന്ന ടേബിളിനകത്ത് വേണം. അതുകൊണ്ട് ഞാൻ ഇൻഹെറിറ്റൻസ് ചെയ്യാം. ഓക്കെ, ഇനി അതിനകത്ത് വരുമ്പോ ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ക്യാർ ഫീൽഡ് ഓക്കെ 50 കൊടുക്കട്ടെ. പിന്നെ ഇനി എന്താ കൊടുക്കാം, ജോബ് ടൈറ്റിൽ ഇവിടെ ഞാൻ ചുമ്മാ ഒന്ന് കൊടുക്കുകയാണ്, വേറെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ജോബ് ടൈറ്റിൽ. ഓക്കെ, ഇനി ക്ലാസ് മെറ്റ കോളൻ DB അണ്ടർസ്കോർ ടേബിൾ ഈക്വൽ ടു ഈ നെയിം സ്റ്റാഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വരാറില്ല. പിന്നെ ക്ലാസ് എഴുതുമ്പോഴും എപ്പോഴും ഒരു 2 എൻട്രി അടിച്ചിട്ട് വേണം അടുത്ത, മീൻസ് 2 ലൈൻ വിട്ടിട്ട് വേണം അടുത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറും കാണും. ഇത് കാണാൻ ഭംഗിയായിരിക്കും. കഴിഞ്ഞ് നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. മീൻസ് ഇത് നമുക്കിതൊന്ന് മൈഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈതൺ manage.py മേക്ക് മൈഗ്രേഷൻസ്. ഓക്കെ,
അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാഫ് ടേബിൾ എന്ന് പറഞ്ഞ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണക്ക് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫയലാണ് മൈഗ്രേറ്റ് എന്ന ഫോൾഡറിനകത്ത് 001 ഇതിനകത്ത് ഒന്ന് കിടക്കുന്നത്. ഇതെടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ സ്റ്റാഫ് ടേബിൾ അതിനകത്ത് ID വന്നു. നമ്മൾ ID സെറ്റ് ചെയ്തിട്ടില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ID വന്നിട്ടുണ്ട്. അതിനകത്ത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ വാല്യൂ ജനറേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ നൈം, ഏജ്, ജെൻഡർ. നമ്മൾ മോഡൽ നോക്കാൻ നേരത്ത് സ്റ്റാഫിനകത്ത് നമ്മൾ നൈം, ഏജ്, ജെൻഡർ കൊടുത്തോ? ഇല്ല. നമ്മൾ ഏതിനാണ് കൊടുത്തത്? ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിലാണ് കൊടുത്തത്. അപ്പൊ നമുക്ക് അബ്സ്ട്രാക്ട് ക്ലാസ്സുകളുള്ള കോളംസ് എവിടെ ആക്സസ് ചെയ്യാൻ പറ്റി? നമ്മൾ ഈ ടേബിളോട്ട് ആക്സസ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഈ നൈം, ഏജ്, ജെൻഡർ. സ്റ്റുഡൻസിന്റെ കേസ് എടുക്കാൻ നേരത്ത് ID ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്ന് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് 3 ടേബിൾ അബ്സ്ട്രാക്ട് ക്ലാസ് ചെയ്തുകൊണ്ട് വരും. അപ്പൊ നമുക്ക് അബ്സ്ട്രാക്ട് ക്ലാസ് യൂസ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കോളം നെയിംസ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒഴിവാക്കാം. അത് പ്രോജക്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നമ്മൾ മൈഗ്രേഷൻ ഫയൽസ് ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഈ ഫയലിനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ ഫയലിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പൈത്തൺ manage.py മൈഗ്രേറ്റ് ചെയ്യണം. മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഫയൽ എക്സിക്യൂട്ട് ചെയ്ത് സക്സസ് ആയി. ഇനി നമ്മൾ ഡാറ്റാബേസ് വന്നിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കണം. റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ 2 ടേബിളും വന്നിട്ടുണ്ട്. സ്റ്റാഫ് ടേബിളും വന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റാഫ് ടേബിൾ അതിൻ്റെ അകത്ത് കാണാം. ID, നൈം, ഏജ് ഓക്കെ വന്നിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ സ്റ്റുഡന്റ് ടേബിൾ നോക്കണം. എവിടെ? സ്റ്റുഡന്റ് ടേബിൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ടേബിൾ വന്നിട്ടുണ്ട്. ഇനി ടേബിളിനകത്ത് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ ഡയറക്റ്റ് HTML ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഒരു ഫോം യൂസ് ചെയ്യുന്നതല്ല നമുക്ക് ഇപ്പോൾ വാല്യൂസ് പാസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഷെല്ല് യൂസ് ചെയ്തുകൊണ്ടാണ് വാല്യൂസ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഷെല്ല് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് തന്നെയായിരിക്കും നമ്മൾ ഫോംസ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഫോംസ് എന്ന് പറയുമ്പോൾ HTML ഫോംസ് അറിയാലോ, നമ്മൾ ഇൻപുട്ട് ടാഗ് ഒക്കെ യൂസ് ചെയ്ത് ആ സംഭവം. അപ്പൊ അതിലെ സംഭവം നമ്മളിപ്പോ ഒരു ഫോം ക്രിയേറ്റ് ചെയ്താൽ ഷെല്ലിന്റെ അത് വെച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ ഷെല്ല് എനേബിൾ ചെയ്യാം? അപ്പൊ ഷെല്ല് എനേബിൾ ചെയ്യാനുള്ള കമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ manage.py ഷെല്ല്. ഓക്കെ, ഒന്ന് സൂം ചെയ്യും. ഓക്കെ, സൂം ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഷെല്ലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെല്ല് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ജാങ്കയിലുള്ള എല്ലാത്തിനെയും ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഒരു ഇന്ററാക്റ്റീവ് കൺസോൾ ആണ് സെല്ല്. നമുക്ക് സെല്ല് യൂസ് ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ലൈവ് ആയിട്ട് ഡീബഗ് ചെയ്യാം. എന്തെങ്കിലും എറർ ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഡേറ്റാസ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു കമ്പൈലർ, സ്പോട്ടിലുള്ള ഒരു കമ്പൈലർ ഒന്ന് കൂട്ടിയിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു മോഡലിനകത്തുള്ള ഫയൽ, ഈ ഒരു മോഡലിനകത്ത് സ്റ്റുഡന്റ് ടേബിൾ എന്ന മോഡലിനകത്ത് എനിക്ക് എന്ത് ചെയ്യണം? വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യണ കുറയാണ് എഴുതി. ഇനി എന്ത് ചെയ്യണം? എനിക്ക് സേവ് ചെയ്യണം, വാല്യൂസ് സേവ് ചെയ്യണം. അത് എങ്ങനെയെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോഡൽ യൂസ് ചെയ്താണ് ടേബിൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മോഡൽ യൂസ് ചെയ്ത് വേണം ടേബിളിനകത്ത് വാല്യൂ ഇൻസേർട്ട് ചെയ്യാനുള്ള. അപ്പൊ ഇതൊരു ഒബ്ജക്റ്റ് വെച്ചാണ് ഡേറ്റ പാസ് ചെയ്യുന്നത്. മോഡലിനകത്താണ് പാസ് ചെയ്യുന്നത്. അത് പറഞ്ഞ് കുഴപ്പിക്കുന്നില്ല. അപ്പൊ മോഡൽ യൂസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാനുള്ള വാല്യൂസ് പാസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മോഡലിലാണോ നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വാല്യൂസ് എടുക്കാൻ പോകുന്നത്, സേവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ആ മോഡലിനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ അവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ എന്റെ model.py ഏത് ഫയലിനകത്താണ് ഇരിക്കുന്നത്? അല്ലെങ്കിൽ സ്റ്റുഡന്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ മോഡൽ, അല്ലെങ്കിൽ ഈ ക്ലാസ് ഏത് ഫയലിനകത്താണ് ഇരിക്കുന്നത്? models.py ഇരിക്കുന്നത്. ഈ models.py എന്ന ഫയൽ ഏത് ഫോൾഡറിനകത്താണ് ഇരിക്കുന്നത്? സ്റ്റുഡന്റ് എന്ന ഫോൾഡർ, അല്ലെങ്കിൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ആപ്പിന്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ അവിടെ എഴുതുകയാണ് ഫ്രം, എവിടെ നിന്ന്? സ്റ്റുഡന്റ് എന്ന ഫോൾഡറിന്റെ അകത്ത് ഡോട്ട്. ആ സ്റ്റുഡന്റ് എന്ന ഫോൾഡറിന്റെ അകത്ത് ഏത് ഫയലാണ് എനിക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള? മോഡൽസ് എന്ന് പറഞ്ഞ ഫയലാണ് ഇമ്പോർട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, സ്പേസ് ഇമ്പോർട്ട് ഏത് ക്ലാസ്സിനെയാണ് എനിക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഏത് മോഡലിനെയാണ് എനിക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള? എന്റെ അതിനകത്ത് കയറുമ്പോൾ 3 മോഡൽ, ഒന്ന് അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ട്. അതിന് 3 ക്ലാസ് ആണ് ഇരിക്കുന്നത്. ഒന്ന് അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ട്, സ്റ്റുഡന്റ് ടേബിൾ ക്ലാസ് ഉണ്ട്, സ്റ്റാഫ് ടേബിൾ ക്ലാസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് എനിക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള, ഏതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന? സ്റ്റുഡന്റ് ടേബിൾ എന്ന് പറഞ്ഞ ഈ ഒരു ക്ലാസ്, അല്ലെങ്കിൽ ആ ഒരു മോഡലാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. എന്റർ അടിച്ച് ഓക്കെ. എറർ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ മോഡൽ നെയിം തെറ്റിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലാസ് നെയിം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ എറർ കാണിക്കും. അങ്ങനത്തെ ഒരു പാക്കേജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൊഡ്യൂൾ അവിടെ ഇല്ലെന്ന് ഒരു എന്തെങ്കിലും എറർ കാണിക്കും. ഇത്രേ ഉള്ളു. ഓക്കെ, അപ്പൊ സ്റ്റുഡന്റ് ടേബിളിനെ ഇമ്പോർട്ട് ചെയ്ത് ഇനി ഈ സ്റ്റുഡന്റ് ടേബിളിനകത്താണ് ഞാൻ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ആ മോഡൽ നെയിം ഒന്നേന്ന് വിളിക്കും. മോഡൽ നെയിം വിളിച്ചിട്ട് പാരാന്തസിസിന്റെ അകത്ത് പറഞ്ഞു കൊടുക്കുകയാണ് നൈം എന്ന ഫീൽഡിന്റെ അകത്ത് അമൽ എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യണം, കോമ. അടുത്ത ഏത് ഫീൽഡാണ്? ഏജ് എന്ന് പറഞ്ഞ ഫീൽഡിന്റെ അകത്ത് 23 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യണം, കോമ. അടുത്ത ഏത് ഫീൽഡാണ്? ജെൻഡർ എന്ന ഫീൽഡിന്റെ അകത്ത് എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യണം,
കാരണം ക്യാപ് ഫീൽഡ് കൊടുത്തോണ്ടാണ് ഞാൻ സ്ട്രിങ്ങിലോട്ട് പാസ് ചെയ്യുന്നത്. ഇന്റീജർ ഫീൽഡ് കൊടുത്തോണ്ടാണ് സ്ട്രിങ്ങിൽ പാസ് ചെയ്താൽ കൊടുത്തത്. ഓക്കെ, ഇനി അടുത്ത എന്തിനാണ്? റോൾ നമ്പർ. റോൾ നമ്പർ എന്ന ഫീൽഡിന്റെ അകത്ത് ഒരു റോൾ നമ്പർ സേവ് ചെയ്യണം. 8 എന്ന റോൾ നമ്പർ സേവ് ചെയ്യണം. ഇനി അടുത്ത ഫീൽഡ് ഏതാണ്? അഡ്രസ്. അഡ്രസ് എന്ന ഫീൽഡിന്റെ അകത്ത് ഒരു അഡ്രസ്, ഒരു സ്ട്രിങ് പാസ് ചെയ്യണം. ഞാൻ തൽക്കാലം സ്ഥലം കൊടുക്കുകയാണ്, ആറ്റിങ്ങൽ. ഇപ്പൊ ഇത്ര കൊടുത്തെന്നും പറഞ്ഞാൽ നമ്മൾ ഡേറ്റാബേസിൽ ഇവിടെ വാല്യൂ വരത്തില്ല. അപ്പൊ നമ്മൾ അതിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ പൊതുവെ ഇൻസേർട്ട് ക്വറിക്ക് പകരം ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ മാത്രം വിളിച്ചാൽ മതി. ഇങ്ങനെ എഴുതിയിട്ട്, ഇതുപോലെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? അവസാനം ഡോട്ട് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണം. സേവ് ഫംഗ്ഷനെ മാത്രം കോൾ ചെയ്താൽ മതി. സേവ് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് എന്റർ അടിച്ച് കഴിഞ്ഞു നമ്മുടെ ഡേറ്റാബേസിലോട്ട് അത് ഇൻസേർട്ട് ആവും. അപ്പൊ ഇങ്ങനെയാണ് ജാങ്കോയിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മോഡൽ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ മോഡലിനകത്ത് ഒബ്ജക്ട്സ് യൂസ് ചെയ്ത് നമ്മൾ ഡേറ്റാസ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ തൽക്കാലം നിങ്ങൾ ചിന്തിക്കേണ്ട, ഇൻസേർട്ട് ചെയ്യുന്ന രീതി, ഇൻസേർട്ട് ക്വറി ഇങ്ങനെയായിരുന്നു എന്ന് കൂട്ടിയിടുന്നാൽ മതി. ആദ്യം മോഡൽ വിളിക്കണം, ആ മോഡലിനകത്ത് കറസ്പോണ്ടിങ് കോളത്തിലുള്ള വാല്യൂസ് കൊടുക്കുക, ഡോട്ട് സേവ്. ഇതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ആറ്റിങ്ങൾ കൊടുത്തേക്കാം. റോൾ നമ്പർ 20, ജെൻഡർ ഫീമെയില്, ഏജ് 22, പേര് അതുല്യ. ഇതിനെല്ലാത്തിനും ഞാൻ ഒരു വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യണം. എസ് ടി എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യണം. ഇപ്പൊ ഈ എസ് ടി എന്ന് പറഞ്ഞ വേരിയബിൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അധികം ആലോചിക്കേണ്ട, ഞാൻ ഇത്രയും സെന്റൻസ് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു? എസ് ടിക്കകത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ, എൻ്റർ അടിച്ച്. ഇനി ഞാൻ എസ് ടി ഒന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട, എനിക്ക് അതിനകത്ത് സ്റ്റുഡന്റ് ടേബിളിൽ ഒരു ഒബ്ജക്റ്റ് എന്നാണ് ക്രിയേറ്റ് ആയി കിടക്കുന്നത്. ഇപ്പൊ എസ് ടി എന്ന് പറഞ്ഞ വേരിയബിൾ എന്തായി? ഒരു സ്റ്റുഡന്റ് ടേബിളിലുള്ള ഒരു ഒബ്ജക്റ്റ്. അധികം ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിരുന്നാൽ മതി. എസ് ടിക്കകത്ത് ഇത്രയും കാര്യങ്ങളാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ എൻഡിൽ ഡോട്ട് സേവ് എന്ന് കൊടുത്താൽ സേവ് ആവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എവിടെയാണ് സ്റ്റോർ ആയിരിക്കുന്നത്? എസ് ടിക്കകത്താണ്. അപ്പൊ എസ് ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ഇത്രയും വാല്യൂസ് ആയിരിക്കും വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? എസ് ടിയുടെ ഇവിടെ ആ വേരിയബിളിന് ഇവിടെ സേവ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? നോക്കുക. അപ്പൊ എന്തോ വരും? കറസ്പോണ്ടിങ് വാല്യൂ. അപ്പൊ രണ്ട് രീതിക്ക് നമുക്ക് സേവ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്യാം, അല്ലാതെ എനിക്ക് ഒരു വേരിയബിൾ സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി വേണമെങ്കിൽ ഒരു വാല്യൂവിന് കൊടുക്കാം. ഇവിടെ നാഫിൽ ഏജ് 24, റോൾ നമ്പർ 21, അഡ്രസ്. അയ്യോ, എല്ലാ തവണ ബാക്ക് സ്പേസ് അടിക്കുമ്പോ പോവില്ലേ? ഒന്നേന്ന് കൊടുക്കുക. നാഫിൽ ഏജ് 21, മെയില്, റോൾ നമ്പർ 34, സ്ഥലം കടക്കാവോ. ഓക്കെ, ഇനി എൻ്റർ അടിച്ച് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇൻസേർട്ട് ആയി. നമ്മൾ ഇൻസേർട്ട് ചെയ്യണം പഠിച്ച്. ഇനി എന്ത് ചെയ്യണം? ആ വാല്യൂസ് ഫെച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒബ്ജക്ട്സ് യൂസ് ചെയ്താണ് നമ്മൾ അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഈ ടേബിളിലുള്ള എല്ലാ വാല്യൂസും എനിക്ക് എടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആ മോഡൽ നെയിം പറഞ്ഞു കൊടുക്കണം. മോഡൽ നെയിം ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ആ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ടേബിളിൽ കിടന്ന എല്ലാ ഒബ്ജക്ട്സും വരും. ഇപ്പൊ ഇവിടെ വാല്യൂ ആയിട്ട് വന്നില്ല, എനിക്ക് ഒബ്ജക്ട്സ് ആയിട്ടേ വന്നോളൂ. അപ്പൊ ഈ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് കൊറിയാണ്. അപ്പൊ ഈ സെന്റൻസ് മീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് സ്റ്റാഫ് ഫ്രം സ്റ്റുഡന്റ് ടേബിൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ അവിടെ വാല്യൂ ആണ് വരാറ്, പക്ഷെ ഒബ്ജക്റ്റിന്റെ രൂപത്തിലാണ് എടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്താണ് നമ്മൾ ടെംപ്ലേറ്റിലെ വാല്യൂസ്, മീൻസ് HTML പേജിന്റെ അകത്ത് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. പറഞ്ഞെടുക്കാം തീരെന്ന് തോന്നുന്നു. വാല്യൂസ് ഒന്ന് അടിച്ചോട്ടെ, വാല്യൂസ് എന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതിലുള്ള വാല്യൂസ്, ഓരോ ഒബ്ജക്റ്റിന്റെ അകത്ത് ഇരിക്കുന്ന വാല്യൂസ് എനിക്ക് കാണാം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്ത് അടുത്തൊരു ഫംഗ്ഷൻ എഴുതിയാണ് വാല്യൂസ് എന്ന് എഴുതാൻ നോക്കാം. ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ വാല്യൂ ആണ് ഇത്. അതിന്റെ അകത്ത് റോൾ നമ്പർ ID 1, പേര് ഏജ് 23, ജെൻഡർ. ഇനി അടുത്ത ഒബ്ജക്റ്റിലുള്ള വാല്യൂസ്, അതാണ് അടുത്ത ഒബ്ജക്റ്റിലുള്ള വാല്യൂസ്. അപ്പൊ വാല്യൂസ് കിട്ടിയാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു വാല്യൂസ് ഒന്നും കൂടി പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് ആദ്യത്തെ റോയിലെ ഒബ്ജക്റ്റ് മാത്രമാണ് വരാനുള്ളതെന്ന് വെച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആൾ ഡോട്ട് ഫംഗ്ഷന്റെ കൂടെ ഒരു ഇൻഡെക്സും കൂടി പറഞ്ഞു കൊടുക്കും. 0 തൊട്ടാണ് തുടങ്ങുക. അപ്പൊ ഞാൻ 0 കൊടുത്തിട്ട് ഡോട്ട്സ് വാല്യൂസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എറർ വരും. ഐ സി സ്റ്റുഡന്റ് നോട്ട് ഒബ്ജക്റ്റ് ഈസ് നോട്ട് ആട്രിബ്യൂട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു
സിംഗിൾ വാല്യൂ ഇങ്ങനെ കൊടുത്തു നോക്കുക, എറർ വരുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, കറക്റ്റ് ആയിട്ടോ. അപ്പൊ അവിടെയല്ല ഇൻഡെക്സ് കൊടുക്കാനുള്ള, വാല്യൂസിന്റെ അവിടെയാണ് ഇൻഡെക്സ് കൊടുക്കാനുള്ള. ഓക്കെ, ഒന്നാമത്തെ ഇനി എനിക്ക് രണ്ടാമത്തെ റോയിലെ വാല്യൂ ആണ് വേണമെങ്കിൽ ഒന്നെന്ന് കൊടുക്കണം. അപ്പൊ അതുല്യ വാല്യൂസ് വരും. ഇനി നാഫിലിന്റെ വാല്യൂ ആണെങ്കിൽ എനിക്ക് മൂന്നാമത്തെ റോയിലെ ഇൻഡെക്സ് 2 കൊടുക്കുമ്പോൾ നാഫിലിന്റെ വാല്യൂ വരും. ഓക്കെ, ഇതിനകത്ത് ഫ്ലാറ്റ് എന്നുള്ളൊരു ആർഗ്യുമെന്റ് ഉണ്ട്. അത് പാരാമീറ്റർ ഉണ്ട്, അത് വർക്കാവോ ഇല്ലെന്ന് അറിയത്തില്ല, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ട്രൂ. ഓക്കെ, വർക്കാവത്തില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വാല്യൂസ് എടുക്കുന്നത്, ഫെച്ച് ചെയ്ത് എടുക്കുന്നത്. അത് കണക്ക് ഒബ്ജക്ട്സ് ഡോട്ട് ആള് വാല്യൂസ് ഉണ്ട്. അത് കണക്ക് ഗെറ്റ് ഉണ്ട്, ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ്. ഒരു പെർട്ടിക്കുലർ ഐഡിയിലുള്ള ഒരാളെയാണ് എനിക്ക് വാല്യൂ എടുക്കാനുള്ളതെങ്കിൽ ID ഈക്വൽ ടു 1. അപ്പൊ ഒന്നാമത്തെ ഐഡി ആരുണ്ടോ ഡേറ്റാബേസിൽ, ഒന്നാമത്തെ ഐഡി ആണ് ആരൊക്കെയാണുള്ളത് ആമല്, അവരുടെ ഡീറ്റെയിൽസ് മാത്രമേ എടുക്കത്തുള്ളൂ. എൻ്റർ അടിക്കുമ്പോൾ കണ്ട ഒബ്ജക്ട് 1ന്റെ ഡീറ്റെയിൽസ് കാണിക്കത്തുള്ളൂ. ഇപ്പൊ അതിലെ വാല്യൂസ് കാണിക്കണമെങ്കിൽ വാല്യൂസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, വാല്യൂസ് ഫംഗ്ഷൻ വിളിക്കുക. ശരി, എല്ലാത്തിലും വാല്യൂസ് ഒന്നും ഫംഗ്ഷൻ മറക്കാൻ പറ്റില്ല. ശരി, അപ്പൊ ഒബ്ജക്ട് ഡോട്ട് ഗെറ്റ് ID ഈക്വൽ ടു 1 എന്ന് കൊടുക്കാൻ നേരത്ത് ശരിക്കും അവിടെ റിട്രീവ് ആവുന്നത് ഇത്രയും വാല്യൂസ് ആണ്. അതിന്റെ ഒബ്ജക്ട് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വാല്യൂസിനെ ആക്സസ് ചെയ്യുന്നത്. നമ്മൾ ചില പ്രോഗ്രാം എഴുതാൻ നേരത്ത് പറയും ഈ ആളെ വാല്യൂസ് മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ നേരത്ത് ഈ യൂസറിന്റെ പേരും വിലാസവും ഒക്കെ വന്നാൽ മതി എന്ന്. അത് ചെയ്യണത് ഗെറ്റ് ഫംഗ്ഷൻ ആണ്. പിന്നെ ഉള്ളതാണ് ഫിൽട്ടർ. ഫിൽട്ടർ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു സെലക്ഷൻ, ഒരു കണ്ടീഷൻ ബേസിൽ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ID ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ID ഒന്ന് അയാളെ ഒബ്ജക്ട് മാത്രം സെലക്ട് ചെയ്ത് കാണിക്കും. ഇതിന്റെ വാല്യൂസ് എടുക്കാൻ വേണ്ടി വാല്യൂസ് എന്ന ഫംഗ്ഷൻ വിളിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഫിൽറ്ററിനകത്ത് വാല്യൂസ് മാർക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കൊടുക്കുകയാണ് നൈം ഈക്വൽ ടു നാഫിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഒന്നും കൂടി ഫിൽട്ടർ നൈം ഈക്വൽ നാഫിൽ, ആ ഒബ്ജക്റ്റിനുള്ള വാല്യൂസ് മാത്രം ഇങ്ങനെ റിട്രീവ് ചെയ്താൽ മതി. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ട നാഫിൽ എന്ന പേരുള്ളവന്റെ വാല്യൂ വന്നു. ഇതിന്റെ അകത്ത് നാഫിൽ നിന്ന് ഫുൾ എഴുതാം. ഇന്നൊക്കെ ഒന്ന് കൊടുത്താലും വാല്യൂ വരെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ വരത്തില്ല. അപ്പൊ അതിലുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇനി അടുത്ത ഫീമെയിൽ ഫീമെയിൽ വാല്യൂ ഉള്ളവരെ മാത്രമാണെങ്കിൽ സെലക്ട് ചെയ്യാനുള്ളെങ്കിൽ ജെൻഡർ F എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫീമെയിൽ ആയിട്ടുള്ളവരെ വാല്യൂ സെലക്ട് ആവും. ഇനി മെയിൽ ആയിട്ടുള്ള ആരെങ്കിലും സെലക്ട് ചെയ്യാണെങ്കിൽ ജെൻഡർ M കൊടുത്തു കഴിഞ്ഞാൽ മെയിൽ ഉള്ള ആയിട്ട് M കൊടുക്കുക. അപ്പൊ അതിനകത്ത് ആരെയൊക്കെ ഒന്ന് ID1 അമലിനെയും വന്ന് ID3 നാഫിലിനെയും വന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ഒരു കൺസെപ്റ്റ്. ഇനി നിങ്ങൾ അബ്സ്ട്രാക്ട് ക്ലാസ് യൂസ് ചെയ്യാതെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ സിന്റാക്സ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് മോഡലിന്റെ മോഡൽ നെയിം ബ്രാക്കറ്റിനകത്ത് മോഡൽസ് ഡോട്ട് മോഡൽ സെമികോളൻ ഫീൽഡ് നെയിം ഈക്വൽ ടു മോഡൽസ് ഡോട്ട് ഏത് ഫീൽഡാണോ ആ ഫീൽഡിന്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക. എത്ര എണ്ണം ഉണ്ടോ അതുപോലെ ആയിരിക്കും. എന്നിട്ട് നിങ്ങൾക്കൊരു പേര് സെറ്റ് ചെയ്യണമെങ്കിൽ ക്ലാസ് മെറ്റ യൂസ് ചെയ്തിട്ട് DB അണ്ടർസ്കോർ ടേബിൾ ഈക്വൽ ടു ടേബിളിനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേബിളിനെ ഈ ടേബിൾ നെയിം ആയിരിക്കും ഡേറ്റാബേസിൽ സ്റ്റോർ ആവുന്നത്, അല്ലെങ്കിൽ ഡേറ്റാബേസിൽ ഡിസ്പ്ലേ ആവുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടേബിൾ ക്രിയേറ്റ് ചെയ്യണം എങ്ങനെ നോക്കി, ആ ടേബിളിനകത്ത് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം എങ്ങനെ നോക്കി, ആ വാല്യൂസ് എങ്ങനെ ഫെച്ച് ചെയ്തെടുക്കണം എങ്ങനെ നോക്കി. ഓക്കെ, ഇനി ഈ വാല്യൂസ് എല്ലാം ഇപ്പൊ നമ്മൾ ഈ ഷെല്ലിന്റെ അകത്താണ് ഈ വാല്യൂസ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്. ഇനി ഈ വാല്യൂസ് എല്ലാം നമുക്ക് എങ്ങനെ ഒരു ടെംപ്ലേറ്റിൽ ലോഡ് ചെയ്തെടുക്കാം. അപ്പൊ അതാണ് അടുത്ത വീഡിയോയിൽ പറയാൻ പോകണം. അപ്പൊ ഇത്രയേ ഉള്ളൂ.